ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ അയാളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രാഹുലിനു വേണ്ടി PR വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ എന്ന് മറുവാദമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് നേരെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായി എന്നും രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു പാവം ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർത്തു എന്നുമൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ കൂട്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമോ, എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടും, എന്ന് ഇതുവരെ ഉയർന്ന ആരോപണങ്ങൾക്കൊക്കെ രാഹുൽ മറുപടി കൊടുക്കും എന്ന ചോദ്യം നിരന്തരമായി ചോദിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക്, രാഹുൽ എന്ന് തിരിച്ചു വരും എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ആശ്വാസം പകരുന്ന, സന്തോഷം പകരുന്ന ഒരു വാർത്ത അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. നോക്കുക, രാഹുൽ പാലക്കാട്ടേക്ക് ഒളിവ് ജീവിതം അവസാനിപ്പിക്കുന്നു, നാളെ വോട്ട് ചെയ്യാൻ എത്തിയേക്കുമെന്നാണ് മനോരമ ഓൺലൈനിൽ വന്നിരിക്കുന്ന വാർത്ത. ആ വാർത്തയുടെ വിശദാംശങ്ങൾ വായിച്ചതിന് ശേഷം യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തിയേക്കുമെന്ന വിവരം. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സൗത്തിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്ത് നമ്പർ 2-ലാണ് രാഹുലിന് വോട്ട്. രാഹുൽ താമസിക്കുന്ന ഫ്ലാറ്റ് ഈ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയ ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണിത്. ബംഗളൂരുവിൽ താമസിക്കുന്ന 23 വയസ്സുകാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിൽ രാഹുലിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ വോട്ട് ചെയ്യാനെത്തുമെന്ന അഭ്യൂഹം സജീവമാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ രാഹുൽ പാലക്കാട് സജീവമായിരുന്നു. ബലാത്സംഗ കേസിൽ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതോടെയാണ് രാഹുൽ മണ്ഡലത്തിൽ നിന്നും ഒളിവിൽ പോകുന്നത്. എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന ഉപാധിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി S. നസീറയാണ് ഹർജി പരിഗണിച്ചത്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട്. അടച്ചിട്ട മുറിയിലാണ് കോടതി വാദം കേട്ടത്. ഇതോടെ ദിവസങ്ങളായി ഒളിവിൽ കഴിയുന്ന രാഹുലിന് കേരളത്തിലേക്ക് എത്താൻ കഴിയും. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. വ്യക്തമാണ്, രാഹുലിന് നാളെ പാലക്കാട്ടേക്ക് എത്തുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല. ഇനി അഥവാ പോലീസ് അറസ്റ്റ് ചെയ്താലും അറസ്റ്റ് റെക്കോർഡ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിടും. രാഹുലിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്ന സാഹചര്യം നിലവിലില്ല. നിലവിലെ പരാതികളിന്മേൽ രജിസ്റ്റർ ചെയ്ത കേസുകളില്ല. ഇത്രയുമാണ് യാഥാർത്ഥ്യം. ഇനി രാഹുൽ പാലക്കാട്ട് എത്തുമോ, എത്തിയാൽ എന്ത് സംഭവിക്കും എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായി രാഹുൽ പാലക്കാട് എത്തി വോട്ട് ചെയ്യും എന്ന് ചിന്തിക്കാനുള്ള അനുകൂല കാരണങ്ങളിലൊന്ന് ഞാൻ ആദ്യം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് വരുന്നതിൽ നിയമതടസ്സമില്ല, അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകാനൊന്നും പോകുന്നില്ല. ഇനി അഥവാ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ജാമ്യത്തിൽ വിടുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ പുതിയ പരാതി വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യം, കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ. കോൺഗ്രസ് എന്നെ സസ്പെൻഡ് ചെയ്താലും സസ്പെൻഷൻ കാലയളവിൽ പറഞ്ഞാണ്, കോൺഗ്രസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്താലും എനിക്ക് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. പ്രത്യേകിച്ചും പാലക്കാട് നഗരസഭയിൽ BJPയുമായി കോൺഗ്രസ് നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. പാലക്കാട് നഗരസഭ BJPയിൽ നിന്ന് തിരിച്ചു പിടിക്കുമെന്നുള്ളത് രാഹുൽ മാങ്കൂട്ടമടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ അന്നത്തെ പ്രഖ്യാപിത മുദ്രാവാക്യമായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നതിന് ശേഷം കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലും ഒറ്റക്കെട്ടായി മാധ്യമങ്ങളോട് പറഞ്ഞത് പാലക്കാട് നഗരസഭ BJPയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നാണ്. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് നടന്ന പരിപാടികൾ, അതായത് അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ മുഴുവനും തന്നെ പാലക്കാട് നഗരസഭയെ BJPയിൽ നിന്ന് മോചിപ്പിച്ച് തങ്ങളുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നിലപാടിൽ കടുകിട വ്യത്യാസമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിന് വിജയിക്കാനുള്ള ഒരു അവസരം അത് പാഴാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി തടസ്സങ്ങൾ ഇല്ലാതിരിക്കുകയും പോലീസ് നടപടി ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാഹുൽ നാളെ വോട്ട് ചെയ്യാനെത്താനുള്ള സാധ്യതകളേറെയാണ്. പ്രത്യേകിച്ച് അതിന് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും നാളെ സംഭവിക്കും. രാഹുൽ വരികയാണെങ്കിൽ മാധ്യമങ്ങൾ സ്വാഭാവികമായി രാഹുലിനെ പൊതിയും. ഹൈക്കോടതിയുടെയും അതുപോലെ തന്നെ തിരുവനന്തപുരം കോടതിയുടെയും ഒക്കെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു സാഹചര്യം നിയമപരമായ സ്റ്റാൻഡുള്ളത് കൊണ്ട് പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല.
രാഹുലിനെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ വോട്ട് ചെയ്യാൻ വരുന്ന ഒരാളെ തടസ്സപ്പെടുത്തുന്നത് അത് ശരിയായ ഒരു നടപടിക്രമമല്ല, നിയമവിരുദ്ധമായ പ്രവർത്തനമായതുകൊണ്ട് തന്നെ രാഹുൽ വോട്ട് ചെയ്യാനെത്തിയാൽ അയാളുടെ വഴി തടസ്സപ്പെടുത്താനോ അയാളെ തിരിച്ചയക്കാനോ അയാളെ കയ്യേറ്റം ചെയ്യാനോ ഒന്നും രാഷ്ട്രീയ എതിരാളികൾക്ക് സാധിക്കില്ല. അത് ചെയ്താൽ രാഹുലിന് അനുകൂലമായൊരു തരംഗമുണ്ടാകും, അത് കോൺഗ്രസിന് അനുകൂലമായി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ രാഹുലിനെ കായികമായി നേരിടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ പിന്തിരിപ്പിക്കാനോ ഉള്ള നീക്കങ്ങളൊന്നും ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകില്ല. പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ മാധ്യമങ്ങളെ കാണും, രാഹുലിൻ്റെ വരവിനെ കുറ്റപ്പെടുത്തും, കളിയാക്കും, രാഹുലിനെ അവഹേളിക്കും, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ രാഹുലുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടലിനുള്ള ഒരു സാധ്യതയും അവിടെയില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുകൂലമായ, എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മാധ്യമങ്ങളെ കാണാൻ സാധിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷികളെ സ്വാധീനിക്കരുത്, കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ ഉപാധികൾ മാത്രമേ ജാമ്യത്തിനുള്ളൂ. അതായത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്ന് ജാമ്യ ഹർജിയിൽ പറഞ്ഞതായി കാണുന്നില്ല, ജാമ്യ ഉപാധിയിൽ പറഞ്ഞതായി കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിന് ഏറ്റവും സേഫായി, ഏറ്റവും കൃത്യമായി, ഏറ്റവും കൂളായി മാധ്യമങ്ങളോട് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ അവിടെ വെച്ച് സാധിക്കും. അത് അങ്ങനെ നടന്നാൽ രാഹുൽ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിലെ രാഷ്ട്രീയ ഗൂഢാലോചനയായിരിക്കും. അതിൽ ചിലപ്പോൾ പല പേരുകളും പുറത്തു വരാം. പല രീതിയിലും തന്നെ വേട്ടയാടിയവർ എങ്ങനെയാണത് ചെയ്തത് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു ബോംബുമായാണ് രാഹുൽ നടക്കുന്നത്. ആ ബോംബ് പൊട്ടിച്ചാൽ ചിലപ്പോൾ കോൺഗ്രസിനുള്ളിലെ തന്നെ പലർക്കും അത് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയ ഒരു MLA, ഒരു സിറ്റിംഗ് MLA രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി വേട്ടയാടി എന്നുള്ള ആരോപണം ഒരു ചെറിയ ആരോപണമല്ല. ഈ പരാതികൾക്ക് പിന്നിൽ പോലും രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് എന്നുള്ള പേരുകൾ പറയുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തടസ്സമൊന്നുമില്ല. അങ്ങനെ രാഹുൽ പറഞ്ഞ് അത് കൺവീൻസ് ചെയ്ത് അത് തെളിയിക്കാൻ ഉതകുന്ന എന്തെങ്കിലും തെളിവുകൾ, അതായത് ഈ പരാതിയുമായി, യുവതികളുടെ പരാതിയുമായി, ഇരകളുടെ പരാതികളുമായി ബന്ധപ്പെട്ട അതിൻ്റെ മെറിറ്റിലേക്കല്ല പോകുന്നത്, മറിച്ച് ആ പരാതിയിന്മേലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയുന്നു, ആ പരാതിക്ക് ശേഷമുണ്ടായ രാഷ്ട്രീയ ഗൂഢാലോചനകൾ, ആ ഗൂഢാലോചനകൾക്ക് പിന്നിൽ ആരാണ്, ആ ഗൂഢാലോചനകൾക്ക് നേതൃത്വം വഹിച്ചവരാരാണ്, അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത് തുടങ്ങിയ വിഷയങ്ങളിൽ രാഹുലിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 100% ഉറപ്പിച്ച് പറയാം, അതൊരു ബോംബ് തന്നെയാണ്. കേരളം കാത്തിരുന്ന ബോംബ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിക്കുന്നവർ, അയാളെ പിന്തുണയ്ക്കുന്നവർ ഇത്രയും കാലം കാണാൻ ആഗ്രഹിച്ചൊരു സംഭവം. അല്ലെങ്കിൽ അവർ തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുന്നത് പോലെ കോടതിയിൽ പറയുന്നതല്ലാതെ ഞങ്ങളെ കൂടി അത് ബോധ്യപ്പെടുത്തൂ എന്ന് പറയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. രാഹുലിനെ പിന്തുണയ്ക്കുന്നവരൊക്കെ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് അറിയാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്ന് മാത്രമല്ല, ആരൊക്കെയാണ് രാഹുലിനെ കുടുക്കിയത് എന്ന് കൃത്യമായി രാഹുലിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നാൽ അത് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്കൊരു ഊർജ്ജമായിരിക്കും. എന്ന് മാത്രമല്ല, ആ ഗൂഢാലോചന നടത്തിയ ആളുകൾക്ക് അതൊരു വലിയ തിരിച്ചടിയുമായിരിക്കും. അവരും എക്സ്പോസ് ചെയ്യപ്പെടും, അവരെയും തുറന്നു കാട്ടപ്പെടും. അത് ഈ പറയുന്ന അതിജീവിതകൾ എന്ന് പറയുന്ന ഇരകളുമായി ബന്ധപ്പെട്ടിട്ടല്ല ഞാൻ പറയുന്നത്. ആ പരാതികൾക്കപ്പുറം രാഷ്ട്രീയമായ ഗൂഢാലോചനകൾ നടത്തിയ കുറേ പുരുഷന്മാരായിട്ടുള്ള ആളുകളുണ്ട്, കുറേ ആളുകളുണ്ട്, ചില രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ള ആളുകളുണ്ട്. അവരുടെ കാലങ്ങളായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന നിലയിലാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാദം നമുക്ക് എടുക്കാം. ആ വാദം നമ്മൾ എടുക്കുമ്പോൾ കൃത്യമായും രാഹുൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയാൽ, അങ്ങനെ ആ ബോംബ് പൊട്ടിച്ചാൽ അത് കേരളം ഞെട്ടുന്ന ഒരു ബോംബ് തന്നെയായിരിക്കും. മാധ്യമങ്ങളും അത് ഏറ്റെടുക്കേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ഒറ്റപ്പെടും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങൾ നടത്തിയ മാധ്യമ വിചാരണയും മാധ്യമ കോടതികളിൽ മാധ്യമ ജഡ്ജിമാർ പുറപ്പെടുവിച്ച വിധി പ്രസ്താവങ്ങളും ഒരുപാട് പേരെ അലട്ടുന്നുണ്ട്. മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നയം, ഇത്രയും സെൻസിറ്റീവായ കേസുകളിൽ ഇരയുടെ സ്വകാര്യത പോലും മാനിക്കാതെ മാധ്യമങ്ങൾ നടത്തിയ ഇടപെടൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഓഡിയോ ക്ലിപ്പുകൾ തൻ്റെ അനുമതിയോടുകൂടിയല്ല പുറത്തു വന്നത് എന്ന് ഇര പരാതി കൊടുത്തു എന്ന വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിൻ്റെ എത്തിക്സുകൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പല മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും വലിയ തിരിച്ചടിയായിരിക്കും രാഹുൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ ഉണ്ടാവുക. അതൊക്കെ നടക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും നാളെ രാഹുൽ പാലക്കാട്ടെത്തിയാൽ കേരളം ഞെട്ടുന്നൊരു ബോംബ് പൊട്ടും. അത് രാഹുൽ തന്നെ പൊട്ടിക്കും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.